ആഗോള കത്തോലിക്ക സഭയുടെ അനിഷേധ്യ നേതാവായ 130 കോടിയിലധികം വരുന്ന കത്തോലിക്കരുടെ ആത്മീയ പിതാവായ ഫ്രാൻസിസ് മാർപ്പാപ്പ രോഗാവസ്ഥയിലാണ് എന്ന് അറിഞ്ഞ് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനാണ് ഈ ജമേലിയ ആശുപത്രിയിൽ എത്തിയത്. അദ്ദേഹം ലോകത്തിൻ്റെ ഒരു വലിയ നേതാവായി മാറി. അബുദാബിയിലെ സമ്മേളനമാണെങ്കിലും ഗൾഫ് രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധമാണെങ്കിലും യുക്രൈൻ യുദ്ധത്തിനെക്കുറിച്ചുള്ള ആകുലതയൊക്കെ പ്രകടിപ്പിക്കുന്ന കാര്യത്തിലും അമേരിക്കയുമായിട്ടുള്ള ബന്ധത്തിലുമൊക്കെ അദ്ദേഹം ക്രൈസ്തവ മൂല്യങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് കാഴ്ചവെക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി അല്പം മോശമാണ് എന്ന് പറയുന്നു എന്ന് വരികിലും നാം എല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിൽ സുരക്ഷിതരാണ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് മാതാപിതാക്കളുടെ ദാമ്പത്യ സ്നേഹത്താൽ കടന്നു വന്ന നാം ഓരോരുത്തരും സ്വർഗീയ ഭവനത്തിലേക്ക് യാത്ര ചെയ്യുന്നവരാണ്. നമ്മുടെ ജീവിതയാത്രയിൽ ദൈവം കൂടെയുണ്ട്. ആ ദൈവത്തോടു കൂടെ ആയിരിക്കുവാനുള്ള അവസരമാണ് ദൈവം നൽകിയിരിക്കുന്നത്. അത് അദ്ദേഹം നന്നായിട്ട് എടുത്തിട്ടുണ്ട്. തമ്പുരാൻ്റെ സഹനത്തിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ എൻ്റെ സഹനത്തിലൂടെ പരിഹരിക്കുന്നുവെന്ന് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞതുപോലെ പരിശുദ്ധ പിതാവും ആ രീതിയിലാണത് എടുത്തിരിക്കുന്നത്.